നമസ്കാരം. അർജുൻ ആൻഡ് അസോസിയേറ്റ്സ് വാസ്തുഭവന എന്നുള്ള പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചത് വാസ്തുവിദ്യ ആമുഖമായിട്ട് ഞാൻ എഴുതിയ ലേഖനങ്ങളും അതിൽ ഉള്ള വിശദ വിവരങ്ങളും ഒക്കെ ഏകദേശം ഒരു രൂപ ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. അപ്പോൾ 2000 മുതൽ ഞാൻ എഴുതിയ ലേഖനങ്ങളുടെയും അതിൽ ഞാൻ സ്പർശിച്ചിട്ടുള്ള വാസ്തുവിദ്യയെക്കുറിച്ചുള്ള കാര്യങ്ങളുമാണ് ആ ലേഖന പരമ്പരയിൽ കൂടെ ഞാൻ പരിചയപ്പെടുത്തിയത്. ഇന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഈ വാസ്തുവിദ്യ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് പറയണമെങ്കിൽ ഒരു അടിസ്ഥാനപരമായിട്ട് പല കാര്യങ്ങളുള്ളതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അളവുകളെപ്പറ്റി. നമ്മൾ ഒന്ന് നോക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം വാസ്തുവിദ്യ കൈകാര്യം ചെയ്യുന്ന ഏതൊരാൾക്കും ഈ അളവുകളെപ്പറ്റി ഒരു വ്യക്തമായ നിശ്ചയം അല്ലെങ്കിൽ വ്യക്തമായ ഒരു അറിവുണ്ടാവണം. എങ്കിലേ അത് നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് നമുക്ക് ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്, കമ്പ്യൂട്ടർ അതുപോലുള്ള അറിയാലോ. അപ്പോൾ അത് നമ്മൾ ഉണ്ടെങ്കിലും പഴയ കാലത്ത് ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള വാസ്തുവിദ്യയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അളവുകളും അതിനൊരു തത്വവും അതിൻ്റെ ഒരു അടുക്കും ചിട്ടയും എങ്ങനെയാണെന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പഴയ പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ ഈ അളവുകളെ പല രീതിയിൽ വ്യാഖ്യാനിച്ച് നമുക്ക് തിരിച്ചിട്ടുണ്ട്. അത് ഉദാഹരണത്തിന് നമുക്ക് കോലുകളായിട്ടും അങ്കുലമായിട്ടും ദണ്ഡായിട്ടും ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിനെല്ലാത്തിനും ഒരു പ്രത്യേക തരത്തിലുള്ള വാസ്തുവിദ്യയായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യവും അതിൻ്റെ പിന്നിലുണ്ട്. അതിനെപ്പറ്റിയായിരിക്കും ഞാൻ ഇനിയിപ്പോൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. വാസ്തുശാസ്ത്രപരമായിട്ട് നമ്മൾ അളവുകളെ പറ്റി പരാമർശിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിലേക്ക് കടക്കുമ്പോൾ ഇത് എന്താണെന്നുള്ളത് ഒരു ചുരുക്കം ഇതിൽ ഞാൻ സൂചിപ്പിക്കാം. ഈ മാനസാര ശില്പശാസ്ത്രവും മായമതവും ഞാൻ പല പ്രാവശ്യം ഗ്രന്ഥത്തെ പറ്റി പരാമർശിച്ചിട്ടുണ്ടെങ്കിലും ഈ മാനസാര ശില്പശാസ്ത്രം അല്ലെങ്കിൽ മാനസാരം എന്ന് പറഞ്ഞത് തന്നെ അളവുകളുടെ സത്തെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. സംസ്കൃതത്തിൽ അതിനെ പറയുമ്പോൾ അളവുകളുടെ ഒരു സത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു എന്നാണ് ആ ബുക്കിൻ്റെ തന്നെ സാരം വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ അളവുകൾക്കുള്ള പ്രാധാന്യം എത്രയാണെന്ന് നമുക്ക് അതിൽ നിന്ന് ഊഹിക്കാമെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇതിൽ 2 തരത്തിലുള്ള അളവുകൾ നമുക്ക് ഇതിനകത്ത് പറയുന്നുണ്ട്. അളവുകൾ ശാസ്ത്രവിധി പ്രകാരം 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ആനുപാതിക മാനവ്യവസ്ഥയും കേവല മാനവ്യവസ്ഥയും ഇത് 2ആയിട്ടാണ് അതിനകത്ത് പ്രതിപാദിച്ച് കാണുന്നത്. അതിൽ ആനുപാതിക മാനവ്യവസ്ഥ എന്ന് പറഞ്ഞത് പ്രൊപ്പോർഷണൽ ഡയമെൻഷൻ സിസ്റ്റം എന്നും രണ്ടാമത്തത് കേവല മാനവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ഡയമെൻഷൻ സിസ്റ്റം ഒന്നുമാണ് നമ്മളതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അതെങ്ങനെയാണ്. അപ്പോൾ ഇതിലെന്താണ് ഈ കേവല മാനവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അത് തന്നെ നമ്മൾ മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു അളവിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ അതിൽ ഒരു പൂർണ്ണ ഇതുള്ള ഒരു മനുഷ്യ ശരീരത്തിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൈകൾ നമ്മൾ നിവർത്തി പൂർണ്ണമായിട്ട് വെച്ചാൽ അതിൻ്റെ ഹൈറ്റും ആ നിവർത്തുന്ന കൈയും പൂർണ്ണമായിട്ടും ഒരു സ്ക്വയറിനകത്ത് വരും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അതിനകത്ത് പറയുന്നത്. ഞാൻ മുമ്പ് തന്നെ വളരെ വ്യക്തമായിട്ട് ഈ ലേഖന പരമ്പരയിൽ ഞാൻ അളവുകളെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 2 അളവുകളാണുള്ളത്. ഒന്ന് കേവല മാനവ്യവസ്ഥയും ആനുപാതിക മാനവ്യവസ്ഥയും. ഇത് രണ്ടും തമ്മിൽ നമുക്ക് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈ അളവുകളെ പറ്റി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒന്ന് മനുഷ്യ ശരീരത്തിൻ്റെ ഒരു അളവുകളെ ബന്ധപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ആയിട്ടുള്ളതും മറ്റത് ഒന്ന് നമ്മൾ ധാന്യങ്ങളെ വെച്ചും കൊണ്ടുള്ള ഒരു അളവുകളാണ്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ഇതെന്താണെന്ന് നോക്കാം. ആനുപാതിക മാനവ്യവസ്ഥയിൽ നമുക്ക് മനുഷ്യ ശരീരമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അളവിൻ്റെ ഒരു തുടക്കമാണ് അതിൽ പറയുന്നത്. അതിൽ നമുക്കൊരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പുരുഷൻ്റെ ശരീരത്തിന് നീളവും വീതിയും എടുത്തിട്ടാണ് അതിൻ്റെ കണക്കുകളിലേക്ക് പോകുന്നത്. അതിൽ അങ്ങനെ ഒരു സൈഡ് കൂടെ പറയുന്നുണ്ടെങ്കിലും ക്ഷേത്ര നിർമ്മിതിയിൽ ഇതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കണക്കും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയിൽ ഇതിൻ്റെ
ശ്രീകോവിലിൻ്റെ അളവ്, അതിൻ്റെ വീതി നീളവും സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഒരു അളവിനെ എടുത്തിട്ട് അതിനെ ഒരു ദണ്ഡായിട്ട് പരിഗണിക്കുകയും ആ ദണ്ഡിൻ്റെ അംശങ്ങളാണ് പിന്നെ വരുന്ന എല്ലാ ക്ഷേത്ര നിർമ്മാണം ആ ക്ഷേത്രത്തിൻ്റെ മറ്റ് അംശങ്ങളായിട്ട് പോകുന്നത്. അപ്പോൾ ശ്രീകോവിലിനെ ഒരു ദണ്ഡായിട്ട് എടുക്കുകയാണെങ്കിൽ അടുത്ത് അതിൽ വരുന്ന ഓരോ അളവുകളും അതിൽ നാലമ്പലമായിരുന്നാലും ചുറ്റമ്പലമായിരുന്നാലും എല്ലാം തന്നെ ഈ ദണ്ഡിൻ്റെ ആസ്പദമാക്കിയിട്ടാണ് ആ അളവുകൾ പോകുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, അത് ഒരു പ്രൊപ്പോഷണാലിറ്റിയിലാണ്. കാരണം ഒരു ക്ഷേത്രം നമ്മൾ പണിയുമ്പോൾ അത് ചെറുതായാലും വലുതായാലും അതിൻ്റെ ഒരു പ്രൊപ്പോഷണാലിറ്റിയിൽ അത് കീപ്പ് ചെയ്ത് അല്ലെങ്കിൽ അത് കാണത്തക്ക രീതിയിലാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പലപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പഴയ കാലത്തുള്ള ക്ഷേത്രങ്ങളെല്ലാം തന്നെ ചെറുതായാലും വലുതായാലും അതിൻ്റെ അതിനൊരു രൂപം ഒരു താരതമ്യം നോക്കുമ്പോൾ ഒരു പ്രൊപ്പോഷണാലിറ്റി, ഒരു ആനുപാതിക നില അവിടെ കിട്ടുന്നതാണ്. അതിൻ്റെ അടിത്തറ മുതൽ അല്ലെങ്കിൽ അതിൻ്റെ ബേസ്മെൻറ്റ് മുതൽ അതിൻ്റെ ഏറ്റവും ഉയരം വരെ ഉള്ള എല്ലാത്തിനും ഈ ഗോപുരം ചെയ്താലും അതിൻ്റെ താഴികക്കുടം ചെയ്താലും ഈ ആനുപാതിക വ്യവസ്ഥയിലാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വലിയ ക്ഷേത്രം ചെയ്താലും ചെറിയ ക്ഷേത്രം ചെയ്താലും നമ്മുടെ കാഴ്ചയ്ക്ക് അത് ഒരുപോലെ തോന്നുന്നത്. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ അതെടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കും പോലെ തന്നെയാണ് വലിയൊരു ക്ഷേത്രം എങ്ങനെ എടുത്താലും അതിൻ്റെ ഓരോ അംശങ്ങളും, അതിൻ്റെ തൂണായിരുന്നാലും ശരി, താഴികക്കുടമായിരുന്നാലും ശരി, അതിൻ്റെ നടുമുറ്റായാലും എല്ലാം തന്നെ ഇതിനകത്ത് ആനുപാതികമായിട്ട് നമുക്ക് തോന്നുന്നത് ഈ അളവുകളുടെ ഒരു പ്രത്യേകതയാണ്. ഇത് തന്നെയാണ് വാസ്തുവിദ്യയിൽ നമുക്ക് ഒരു സൈഡ്. രണ്ടാമത് കേവല മാന വ്യവസ്ഥ അല്ലെങ്കിൽ നമുക്ക് പ്രൊപ്പോർഷണൽ ഡയമെൻഷൻ സിസ്റ്റം എന്ന് പറയും. ആ ഒരു സിസ്റ്റം നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം ഉള്ളത്, ഇത് നമ്മൾ ചില വസ്തുക്കളെ അല്ലെങ്കിൽ ധാന്യങ്ങളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അളവിൻ്റെ രീതി അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഭാഗത്ത് നമുക്ക് അതിൻ്റെ കോലളവ് പറയുന്നത് ദണ്ഡിനെ ആസ്പദമാക്കി ഏതെങ്കിലും ഒരു ദണ്ട്, ആ ദണ്ടെന്ന് പറഞ്ഞാൽ അത് എത്ര ആയിക്കൊണ്ട് പോട്ടെ, അതിൻ്റെ ഒരു ഇതായിരിക്കും നമ്മൾ ആ നിർമ്മാണത്തിലേക്ക് ഉപയോഗിക്കേണ്ടത്. രണ്ടാമത്തത്, ഏതെങ്കിലും ഒരു നിർമ്മാണം നടത്തുമ്പോൾ അതിൽ നിലവിലുള്ള ഒരു ധാന്യത്തിൻ്റെ അളവിനെ അംശിച്ചിട്ടായിരിക്കും അതിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൽ ഉദാഹരണത്തിന് നമ്മൾ ഈ രണ്ടാമത് പറയുന്ന അങ്കുലം ഇതൊക്കെ പറയുന്നത് ഈ രണ്ടാമത്തെ അംശമാണ്. മറ്റേ ക്ഷേത്ര നിർമ്മിതിക്കാണ് ഈ ദണ്ട് അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ പോകുന്നത്. രണ്ടാമത്തത് ഇതിനകത്ത് വരുന്നത് യവം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ ഒരു കൺസെപ്റ്റിലേക്കാണ് വരുന്നത്. കേവല മാനവ്യവസ്ഥ അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഡയമെൻഷണൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഗൃഹനിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ അവലംബിക്കുന്ന ഒരു അളവ് രീതിയാണ്. അതിന് പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത്, ഇത് ഒരു പ്രദേശത്തെ ഭൂപ്രകൃതിയായിട്ട് ബന്ധപ്പെടുത്തി ആണ് ഇങ്ങനെ ഒരു അളവിനെ പറ്റി അതിൽ പരാമർശിക്കുന്നത്. നമ്മൾ ഇന്നുവരെ കാണുന്നതും അതാണ്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ഗൃഹനിർമ്മാണം നടക്കുമ്പോൾ ഓരോ സ്ഥലത്തും ഒരേ അളവല്ല. അതിന് ഈ പറഞ്ഞ വ്യവസ്ഥ നമ്മുടെ പാലിക്കപ്പെടുന്നതുകൊണ്ടാണ്. പണ്ട് കാലത്ത് ഒരു നിർമ്മാണം നടത്തുമ്പോൾ അത് ഇന്നത്തെ പോലെ പെട്ടെന്ന് ഒരു സമയം മുഹൂർത്തം കുറിച്ചിട്ട് ഓടിച്ചെന്ന് കല്ലിടുകയോ കുറ്റിവയ്ക്കുകയോ നിർമ്മാണം നടത്തുന്ന ഒരവസ്ഥയല്ല പണ്ട് കാലത്തുള്ളത്. അതിന് സമയമെടുത്ത് അതിന് പ്രഗത്ഭരായിട്ടുള്ള വാസ്തുവിദഗ്ധരെ കണ്ടെത്തി അവരെ നിർദ്ദേശപ്രകാരം അവരൊന്ന് സ്ഥലം കണ്ട് ആ സ്ഥലത്ത് എവിടെയാണ് വീട് വയ്ക്കാനുള്ള ഒരു സ്ഥലമൊന്നും മനസ്സിലാക്കി അതിനെ ഒരു വാസ്തു സ്ക്വയർ ഉണ്ടാക്കി ആ വാസ്തു സ്ക്വയറിനകത്ത് അതിൻ്റെ സ്ഥാനം നോക്കിയിട്ട് ഈ ധാന്യങ്ങൾ അവിടെ വിതയ്ക്കും. ആ ധാന്യങ്ങൾ വിതച്ച് അത് കിളുത്ത് വന്ന് ഇത്ര ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഒരു രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്. ഇപ്പോൾ അവിടെ നമുക്ക് അത്രയ്ക്ക് പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു സിസ്റ്റമുണ്ട്. അങ്ങനെ വിതച്ച് അതിൽ നിന്ന് കിട്ടുന്ന ധാന്യത്തിൻ്റെ ഒരംശം അതിനെ എടുത്തിട്ടാണ് ആ പ്രദേശത്തുള്ള നിർമ്മാണത്തിൻ്റെ അളവുകൾ നിശ്ചയിക്കുന്നതെന്നാണ് ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത്. അതിന് ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞാൽ യവം എന്ന് പറഞ്ഞ ഒരു ധാന്യമുണ്ട്. നമ്മളിവിടെ കേരളത്തിൽ കൂടുതൽ നെല്ലെന്ന് പറയുന്ന ഒരു ഇതാണ് കാണുന്നത്. യവവും നെല്ലും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എങ്കിലും നമ്മൾ ഗോതമ്പ് പോലെയുള്ള ഒരു സാധനമാണ് യവം, മറ്റത് നെല്ല്. ഇപ്പോൾ നമ്മളിവിടെ നെല്ല് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഒരു നെല്ലിൻ്റെ വണ്ണം അല്ലെങ്കിൽ ഒരു നെൽമണി എടുത്താൽ അത് 8 നെല്ല് ചേർത്ത് വയ്ക്കുമ്പോൾ 1 അങ്കുലം എന്ന് ഉള്ള ഒരളവ് വരും. അപ്പോൾ 8 നെല്ലുകൾ അടുക്കി വെച്ചാൽ അല്ലെങ്കിൽ 8 യവം അടുക്കി വെച്ചാൽ വരുന്നതാണ് 1 അങ്കുലം. അങ്ങനെ
ഇപ്പോൾ ഒരു 8 പിന്നെ ഒരു അங்குലം ചേർന്ന് 24 അങ്കുലം കൂടുന്നത് ഒരു കോല്. ഇതാണ് അതിൻ്റെ ശരിക്കും ഒരു അടിത്തറ. ഇപ്പോൾ ഇത് വളരെ ഞാൻ ഒരു ഇതായിട്ട് പറയണതല്ല, ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു അളവെടുക്കുമ്പോഴത്തേക്ക് തച്ചുശാസ്ത്ര പ്രകാരം കോലളവായിരിക്കും പറയുന്നത്. അതിനെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സെൻറ്റിമീറ്ററിലോ മീറ്ററിലോ ഒക്കെ കൺവെർട്ട് ചെയ്ത് വളരെ നിഷ്പ്രയാസം നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഇന്നുണ്ട്. ഈ ഗ്രന്ഥങ്ങൾ എഴുതിയ സമയത്ത് അത്ര എളുപ്പമൊന്നുമില്ല. അത് ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന അവർക്ക് മാത്രം അറിയാവുന്നുള്ള ഒരു വിഷയമായതുകൊണ്ട് അവരിത് പുറത്ത് കാര്യമായിട്ടൊന്നും വിട്ട് പറഞ്ഞു കൊടുക്കില്ല. ഒരു മൂത്താശാരി, ഞാൻ പറഞ്ഞല്ലോ, ഒരു മൂത്താശാരി അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു വാസ്തുവിദ്യാ വിദഗ്ധൻ, അതായത് വിഭാഗത്തിലുള്ളവരായിക്കോട്ടെ, അവർക്ക് ചില പ്രമാണങ്ങളുണ്ട്. അതനുസരിച്ചിട്ട് അവർ വന്ന് പറയും, ഒരളവ് തരുന്നു, ഇത് ഇവിടെ ഇത്ര കോലിലുള്ള ഒരു വീടേ നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇത്ര മാറിയിട്ട് ഇത്ര ചെയ്യണം എന്നുള്ള ഈ അളവ് പറയുന്ന ഈ ശാസ്ത്രവിധി പ്രകാരമാണ്. അപ്പം ഞാൻ സൂചിപ്പിച്ചത്, ഒരു അളവ് പറയുമ്പോൾ നമുക്കിപ്പോൾ ഗൃഹനിർമ്മാണത്തിൽ ഇതെണ്ടിനെ പറ്റി ഇപ്പം ആവശ്യമില്ല, അത് പറമ്പിൻ്റെ വിസ്താരണത്തിന് മതി എങ്കിലും ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. മറ്റത് എന്താണ് ഒരു അങ്കുലം എന്നും ഒരു കോൽ എത്രയാണെന്നും അതിൻ്റെ അംശങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. വിസ്തരിച്ച് മറ്റു കാര്യങ്ങൾ ബുക്കുകളിലൊക്കെ ഇവിടെ ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഇതിനെ അങ്ങ് പർവ്വതീകരിച്ച് പറയുന്ന ഒരു രീതിയുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒരു യവം അല്ലെങ്കിൽ ഒരു നെല്ല് എട എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് കേരളത്തിൽ ഒരിടത്ത് ഒരളവല്ല, അതിൽ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള അളവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉദാഹരണത്തിന് തിരുവിതാംകൂർ നമ്മൾ തുടങ്ങിയ കാസർഗോഡ് വരെ എത്തുമ്പോൾ ഓരോ സ്ഥലത്തും അതിൻ്റെ അളവുകൾക്ക് വ്യത്യസ്തമായ അളവുകളുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, അളവുകൾ നമ്മുടെ ഒരു അങ്കുലവും കോലും എങ്ങനെയാണ് നമുക്ക് കേരളത്തിൽ വാസ്തു ഗ്രന്ഥങ്ങളിലും കേരളത്തിൽ ഗൃഹനിർമ്മാണത്തിൽ നമ്മൾ എടുക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ചെറിയ അവലോകനമാണ് ഞാനിതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8 യവം ചേർന്ന ഒരു അങ്കുലം, 24 അങ്കുലം വരുന്നത് ഒരു കോല്. ഇതാണ് നമ്മുടെ അടിസ്ഥാന പ്രമാണം. ഇനി രണ്ടാമത് ഞാൻ സൂചിപ്പിച്ചതെന്ന് പറഞ്ഞു, ഇത് കേരളത്തിൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഒരേ അളവല്ല. അതിനും വ്യത്യാസം പഴയ ഗ്രന്ഥങ്ങളിലും ശാസ്ത്രങ്ങളിലും ഈ നിർമ്മാണങ്ങളിലൊക്കെ അവർ പുലർത്തിയിട്ടുണ്ട്. അതിന് കുറച്ച് തെളിവുകളും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം പത്മനാഭപുരം കൊട്ടാരം ചെയ്തിരിക്കുന്ന അവിടുത്തെ ഒരു കോലിൻ്റെ അളവ് 30 ഇഞ്ചാണ്. അത് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നപ്പോൾ 29.25 അരയ്ക്കാലായിട്ട് മാറി. അത് കഴിഞ്ഞ് നമ്മൾ ചേർത്തല, അത് കഴിഞ്ഞിട്ട് നാറുകോൽ വരുമ്പോഴത്തേക്ക് അത് 35ഉം 76.2 സെൻറ്റിമീറ്ററായിട്ട് മാറും. തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുമ്പോൾ അത് 28.25 അരയ്ക്കാൽ എന്ന് പറയുന്നത് 29.5 സെൻറ്റിമീറ്റർ 74.93 സെൻറ്റിമീറ്ററായിട്ട് മാറും. മാവേലിക്കര വരുമ്പോൾ അത് 28.75 അല്ലെങ്കിൽ ഇഞ്ചും 73.3 സെൻറ്റിമീറ്ററും, ചെങ്ങന്നൂർ 28.25 ഇഞ്ചും 73.03 സെൻറ്റിമീറ്ററും, ചേർത്തല വരുമ്പോൾ അത് 28.25 ഇഞ്ചും 71.75 സെൻറ്റിമീറ്ററും, ഗുരുവായൂർ ക്ഷേത്രം ചെയ്തിരിക്കുന്നത് 28.5 ഒരു ചെറിയ വ്യത്യാസമുണ്ട്, അത് 71.4 സെൻറ്റിമീറ്ററാണ്. കൊല്ലത്ത് അത് 28 ഏതാണ്ട് 30 ഒരു ചെറിയ വ്യത്യാസമുള്ള 73.5 സെൻറ്റിമീറ്ററാണ്. കോട്ടയത്ത് 28.5 കഴിഞ്ഞിട്ട് വരുന്നതാണ്, അത് 72.6 സെൻറ്റിമീറ്ററാണ്. ഈ കോലിൻ്റെ ഡിഫറൻസ് കാണുന്നത് ഇത് ഞാൻ പറയുന്നതല്ല, ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വ്യക്തമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. അതിന് വേറൊരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുഖമണ്ഡപത്തിൽ തിരുവിതാംകൂറിൻ്റെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിന് ഈ അളവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കൊത്തിയിട്ടുണ്ട്. അതുപോലെ തിരുമൂഴിക്കുളം ക്ഷേത്രത്തിൽ പ്രഗത്ഭനായിട്ടുള്ള നമ്മുടെ തച്ചുശാസ്ത്ര വിദഗ്ധനും ഇതായിരുന്ന പെരുന്തച്ചൻ ആണ് ആ ക്ഷേത്രം പണിതത്. അദ്ദേഹം അതിൻ്റെ വടക്കോട്ടുള്ള കാലിൽ ഒരു അളവും തെക്ക് വശത്തുള്ള ഡോറിൽ വേറൊരു അളവും കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാരണം തെക്ക് വശത്തിൽ അല്പം നീളം കൂടുതലും വടക്ക് വശത്തുള്ള ഇതിനെ അല്പം കുറവുമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സാരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഈ തിരുമൂഴിക്കുളം ക്ഷേത്രത്തിൽ നിന്ന് വടക്കോട്ട് പോകുമ്പോൾ അളവുകൾ ചെറുതായിട്ട് ചെറിയ വ്യത്യാസം വരുന്നുവെന്നും തെക്കോട്ട് വരുമ്പോൾ അത് കൂടി വരുന്നുവെന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിങ്ങനെ
പണ്ട് കാലത്ത് ക്ഷേത്രങ്ങൾ ചെയ്തിരുന്ന അല്ലെങ്കിൽ വീട് നിർമ്മാണം നടത്തിയിരുന്ന എല്ലാ വാസ്തുവിദ്യ വിദഗ്ധരും ഇത് വ്യക്തമായൊരു സൂചന നമുക്ക് തന്നതുകൊണ്ട് ഇതിനെ നമുക്ക് അവഗണിക്കാനും പറ്റത്തില്ല. അപ്പോൾ ക്ഷേത്ര നിർമ്മാണത്തിന് അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് അതാത് പ്രദേശത്തുള്ള അളവുകൾ ചെയ്ത് തന്നെ ക്ഷേത്ര നിർമ്മാണം നടത്തണം. മറ്റത് ഇതിങ്ങനെ ഒരു പ്രശ്നങ്ങൾ വന്ന് കുറേ ഇത് വന്നപ്പോൾ നമ്മൾ കുറേ ഇതിൻ്റെ ആധുനിക രീതിയിൽ ചിന്തിച്ച് തുടങ്ങിയപ്പോൾ ഇതിന് ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഒരു ഏകീകരണം വരുന്ന രീതിയിൽ അതിനെ ആയിട്ടാണ് ഇന്ന് കാണുന്ന ഒരു കോല് 72 സെൻറ്റിമീറ്റർ എന്നുള്ളതും 24 അങ്കുലമായിട്ട് അത് നിജസ്ഥപ്പെടുത്തുകയും ഒരു അങ്കുലം എന്ന് പറഞ്ഞത് 3 സെൻറ്റിമീറ്ററായിട്ട് നമ്മൾ കൃത്യത വരുത്തുകയും ചെയ്തു. അല്ലെങ്കിൽ എന്ത് പറ്റും, ഞാൻ തന്നെ ഒരു പ്ലാൻ വരച്ചിട്ട് ഇവിടെ ഇരുന്ന് വരയ്ക്കുന്ന ഞാൻ 76 സെൻറ്റിമീറ്ററുള്ള ഒരു കോലളവ് എന്ന് പറയുമ്പോൾ അത് 3.75 സെൻറ്റിമീറ്റർ. അത് ഞാൻ കാസർഗോഡ് ഒരു പാർട്ടിക്ക് കൊടുക്കുമ്പോൾ അവിടെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഈ അളവിൽ വ്യത്യാസം വരും, ചുറ്റളവ്. അപ്പോൾ അവിടെ നമ്മൾ ചുറ്റളവ് നോക്കുമ്പോൾ ഒന്നുകിൽ അത് ദ്വിജയനയുടെ കണക്ക് കിട്ടുന്നത് വേറൊരു കണക്കിൽ പോകും, അത് മോശമായിട്ട് വരും, തെറ്റ് വരും. അങ്ങനെ വരുമ്പോൾ ഇത് ഒരു അഭിപ്രായ വ്യത്യാസത്തിനും തർക്കത്തിനും ഇടവരും. മുറികളുടെ കണക്കായാലും ശരി, വീടിൻ്റെ ചുറ്റളവായാലും മനയുടെ അളവായാലും ഇത് വളരെ ഈ വ്യത്യാസം ഫീൽ ചെയ്ത് തുടങ്ങും. അതിന് പകരം ഇവർ ആചാര്യന്മാരും വാസ്തുവിദ്യയായിട്ട് കൈകാര്യം ചെയ്യുന്നവരെല്ലാം കൂടി ഒരു ധാരണ ഉണ്ടാക്കിയിട്ടാണ് ഇന്ന് കാണുന്ന 72 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ ഒരു അങ്കുലം എന്നുള്ള രീതിയിൽ അത് നമ്മൾ കാണിക്കുന്നത്. ഇത് തന്നെ നമ്മൾ അങ്കുലത്തിനൊക്കെ തന്നെ ഒരുപാട് ഈ ബുക്കുകളിൽ ഇതൊക്കെ പറയുന്നുണ്ട്. നമ്മളൊരു കൈ വിരൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ചൂണ്ട് വിരലിൻ്റെ ഇവിടെ മുതൽ ഇതുവരെയുള്ള ഇതാണ് ഒരു അങ്കുലം എന്ന് പറയുന്നത്. ഈ അങ്കുലം ആണ് നമ്മൾ 8 അങ്ങനെ 24 അങ്കുലം ചേർന്നാണ് ഒരു കോല്. അപ്പോൾ ഈ രീതിയിൽ ആ അങ്കുലത്തിൻ്റെ വിസ്താരമൊക്കെ ഈ മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കണക്കാണ് പറയുന്നത്. പലപ്പോഴും ഞാൻ യൂട്യൂബിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, എനിക്ക് തന്നെ അതിശയവും തോന്നി. ഇത് അങ്ങ് വല്ലാതെ ആൾക്കാരെ പേടിപ്പിക്കുന്ന രീതിയിൽ ഇതിനെയൊക്കെ ഈ അളവുകളൊക്കെ പറ്റി വിശദീകരിച്ച് മുറികളുടെ കണക്കെടുത്ത് ഘട്ടം ഘട്ടമായിട്ട് തിരിച്ച് ഓരോ ഇതിനെ ഇങ്ങനെ കൺവെർട്ട് ചെയ്ത് ഒരു 150 പട്ടികയുണ്ടാക്കി അതിനെ ഒരു വേറൊരു രീതിയിൽ. അപ്പോൾ ആൾക്കാർക്ക് ഇത് കണ്ട് തന്നെ പേടിച്ച് പോകും. കാരണം ഇത്രയും ഒരു വീട് പ്ലാൻ വരയ്ക്കുമ്പോഴത്തേക്ക് ഇത്രയും അളവുകളൊക്കെ സൂക്ഷിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു പ്രൊപ്പോഷണാലിറ്റിയാണ്. നമ്മളൊരു ക്ഷേത്രമായാലും വീടായാലും അത് പണിയുമ്പോൾ അതിനൊരു പ്രൊപ്പോഷണാലിറ്റി വേണം. അതില്ലെങ്കിൽ അത് നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക രീതിയിലുള്ള ഡിസൈൻ പോലെ അല്ല പണ്ട് കാലത്ത് ചെയ്തിരുന്നത്. ഞാൻ അതിനെ ഇതായിട്ട് മനസ്സിലാക്കാൻ പറയാം. ഒരു വീടിൻ്റെ അടിസ്ഥാനം ബേസ്മെൻറ്റ്, അതിൽ കൃത്യമായിട്ട് ബേസ്മെൻറ്റിൻ്റെ പൊക്കം, അധിഷ്ഠാന പൊക്കം എന്ന് പറയും. അതിൽ പഴയ കാലത്തുള്ള പഞ്ചവർഗം ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ എത്രയിലൊക്കെ അംശിക്കണമെന്ന് അതിനകത്ത് ഈ കോലളവിലാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ അത് വലിയൊരു കെട്ടിടമായിരുന്നാലും ചെറുതായാലും ഇതിൻ്റെ അംശങ്ങളായിരിക്കും പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, വലിയ ഒരു അളവുള്ള ഒരു കെട്ടിടത്തിൻ്റെ ബേസ്മെൻറ്റ് പോലെയാണ് ഒരു ചെറിയ വീട്ടിൻ്റെ ബേസ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ താരതമ്യേന പ്രൊപ്പോർഷനാലിറ്റി അതിൻ്റെ ഹൈറ്റ് കുറയും. അതുപോലെ അതിൻ്റെ കാലുയരം എന്ന് പറയുന്നത് ഈ കെട്ടിടത്തിൻ്റെ ഭിത്തിയുടെ പൊക്കമാണ്. അതിനെ നമ്മൾ വാളിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഭിത്തിയുടെ ഉയരം അത് നമുക്ക് സാധാരണയായിട്ട് ഇന്ന് പോയി ഒരു അളവ് പറയണമെങ്കിൽ 3 മീറ്റർ. അപ്പോൾ വലിയ കെട്ടിടങ്ങൾ, കുറേ വലുപ്പമുള്ള കെട്ടിടങ്ങൾക്ക് കൂടുതൽ വരുന്നത് ഈ പ്രൊപ്പോർഷനാലിറ്റിയാണ്. ഇതിനനുസരിച്ചിട്ട് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ആ വീട്ടിൻ്റെ പ്രൊപ്പോർഷനാലിറ്റി മാറുകയും അത് ഒരേപോലെ തന്നെ ചെറുതായാലും വലുതായാലും നമുക്ക് തോന്നുകയും ചെയ്യുന്നത്. അത് നമ്മൾ ആർട്ടിസ്റ്റ് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഒരു പ്രതിമ നിർമ്മിക്കുന്ന ഒരു ശില്പിയായിരുന്നാലും ഒരു പടം വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആയാലും ഈ പ്രൊപ്പോർഷനാലിറ്റി പാലിക്കാതിരുന്ന എന്താ സംഭവിക്കുക? അത് തന്നെയായിരിക്കും ഗൃഹനിർമ്മാണത്തിലും വരുന്നത്. ഇപ്പോൾ ഒരാളുടെ ഒരു ഫോട്ടോ എടുത്തു വരയ്ക്കുന്നു, ആ ആളിൻ്റെ കൈയും കാലും മൂക്കും ചെവിയും എല്ലാം തന്നെ ആ ആളിൻ്റെ വലിപ്പത്തിനനുസരിച്ച് പ്രൊപ്പോഷണലായിട്ട് വന്നാലല്ലേ അത് യോജിച്ച് വരുള്ളൂ. അത് തന്നെയാണ് ഈ ഗൃഹനിർമ്മാണത്തിലും ഈ ക്ഷേത്ര നിർമ്മാണത്തിലും ഈ പ്രൊപ്പോഷണാലിറ്റിയാണ് അത് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ ഇതുപോലെ ഓരോ അളവുകളെപ്പറ്റി വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് നിർത്തിയാണ്. ഇതിൽ ഒരുപാട് നമ്മൾ വിശദീകരിച്ച് പോകേണ്ട കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഈ കോല് അളവിനെ പറ്റി പറയുന്നുണ്ട്. എങ്കിലും വളരെ നമ്മൾ ഒരു വാസ്തുവിദ്യാ ഗ്രന്ഥം
അല്ലെങ്കിൽ വാസ്തുവിദ്യയിൽ പറഞ്ഞിരിക്കുന്ന അളവുകളെ പറ്റി ഇതിനകത്ത് ഒത്തിരി ഉണ്ട്. അതൊന്നും നമുക്ക് അങ്ങനെ അത്ര ഡീപ്പായിട്ട് പോകേണ്ട ഒരു വിഷയം അല്ല എന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞത്. പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. വളരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, പണ്ട് കാലത്ത് ഈ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, ശാസ്ത്രത്തിൽ പറയുന്ന അളവുകൾ എന്നുള്ളത് ഇതേപോലെ 2 സിസ്റ്റമാണ്. കേവല മാനവ്യവസ്ഥയും ആനുപാതിക മാനവ്യവസ്ഥയും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോലളവുകൾ പറഞ്ഞിരിക്കുന്നത്. ദണ്ഡുമാനം എന്ന് പറയുന്നതും പിന്നെ അതുപോലെ തന്നെ ഈ ധാന്യത്തിനെ പറ്റിയുള്ള യവം അല്ലെങ്കിൽ നെല്ലിൻ്റെ അളവിനെ പറ്റി പറയുന്നത്, അത് യോജിച്ച് വന്ന് ഈ അളവുകളുടെ ആനുപാതികതയിലേക്ക് പോകണം. അപ്പം നമ്മൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞ് അത് വ്യക്തമാക്കാം. നമുക്ക് ഗൃഹനിർമ്മാണത്തിൽ അവലംബിക്കേണ്ടത് ഒരളവെന്ന് പറഞ്ഞത്, ഒന്ന് 1 അങ്കുലം എന്നാണ്, 24 സെൻറ്റിമീറ്റർ. അത് നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കുമ്പോൾ ഇന്നത്തെ ഈ ഓരോ സ്ഥലത്തെയും അതനുസരിച്ചിട്ടുള്ള ഗൃഹനിർമ്മാണത്തിൻ്റെ അതിൻ്റെ ആവശ്യമില്ല. അത് നമ്മൾ 72 സെൻറ്റിമീറ്റർ എന്നൊരു കോലാണ്. അത് 3 സെൻറ്റിമീറ്റർ 1 അങ്കുലമാണ്. അത്രയും മാത്രം നമ്മൾ തൽക്കാലം അറിഞ്ഞാൽ മതി. അത് വെച്ചും കൊണ്ട് നമുക്ക് ഏത് പ്ലാൻ വേണം തയ്യാറാക്കാം. അതോടൊപ്പം തന്നെ ഒരു മുറികളുടെ കണക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക്, അത് ഇനി മുറികളുടെ കണക്ക് വരുമ്പോൾ ഞാനത് വിശദമായിട്ട് പറയാൻ പറ്റും. കാരണം എക്സാമ്പിൾ, നമുക്ക് 16 കോല് 8 അങ്കുലം എന്ന് പറഞ്ഞാൽ ഒരളവെന്ന് വെച്ചോ. അതിൽ നമ്മൾ കോലളവിൽ പറയുകയാണെങ്കിൽ 4 കോല് 2 അങ്കുലം ഇൻറ്റു 4 കോല് 2 അങ്കുലം. അത് കൂട്ടുമ്പോഴാണ് 16, 8 എന്നുള്ള ഒരു അളവ് വരുന്നത്. അതും ഒരു മുറിയുടെ കണക്കാണ്. ഇത് കഴിഞ്ഞിട്ട് വാസ്തുവിദ്യ അനുസരിച്ചിട്ട് നമ്മൾ 15 കോല് മുതൽ 16 കോല് കഴിഞ്ഞിട്ട് 17 കോല് മുതൽ 20 കോല് വരെയുള്ള അളവുകൾ മുറികളുടെ അളവിൽ നമ്മൾ ഉൾപ്പെടുത്താറില്ല. അത് എന്തെന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല ശുദ്ധമായ ഒരു കണക്കല്ല എന്നും, ആ ഇതിൽ തന്നെ അത് മാറ്റിയിട്ട് പിന്നെ 20 കോല് 8 അങ്കുലം എന്നുള്ള ഒരു കണക്കിലേക്കാണ് മുറിയുടെ കണക്ക് പോകുന്നത്. അപ്പോൾ 20 കോല് 8 അങ്കുലം എന്ന് പറയുമ്പോൾ സ്ക്വയർ ആയിട്ടുള്ള ഒരു ഇത് എടുക്കുകയാണെങ്കിൽ 5 കോല് 2 അങ്കുലം, 5 കോല് 2 അങ്കുലം. 5 കോല് 2 അങ്കുലം എന്ന് പറഞ്ഞാൽ 366 സെൻറ്റിമീറ്റർ ഇൻറ്റു 366 സെൻറ്റിമീറ്റർ എന്നാണ് അത് വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പിന്നെ അതിനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ഈ 2 അങ്കുലത്തിൻ്റെ വ്യത്യാസം വെച്ചിട്ടാണ് നമ്മളതിനെ വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ 366, അപ്പോൾ നമ്മൾ പറഞ്ഞ 5 കോല് 2 എന്നുള്ളത് വീണ്ടും 2, 5, 4 5 അങ്ങനെ വർദ്ധിപ്പിച്ചാണ് ഇതിൻ്റെ അളവുകൾ ക്രമീകരണം. അത് ഞാൻ മുറികളുടെ കണക്കുകൾ വരുമ്പോൾ വിശദമായിട്ട് ഞാൻ എൻ്റെ ഇത് പറയാം. അത് ഇപ്പോൾ എന്തായാലും സിമ്പിളായിട്ട് പറയണമെങ്കിൽ, ഇങ്ങനെ ഈ അളവുകൾ നോക്കി വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്ന ഒരു രീതി ഉണ്ട്. അത് ഇതിൻ്റെ തത്വം ഇതാണ്. നമുക്ക് ശുദ്ധമായ, നമുക്ക് പിന്നെ ശാസ്ത്രപ്രകാരം പറഞ്ഞിരിക്കുന്ന അളവുകൾ പ്രകാരം വീട് പണിതാൽ അതിൻ്റേതായ ഒരു പിന്നെ എനർജി ഉണ്ടാകുമെന്നും അത്തരം വീടുകൾക്ക് അഭിവൃദ്ധി കൂടും എന്നുള്ളതും പറയുന്നത് കൊണ്ടാണ് ഞാൻ ഈ അളവുകളെ പറ്റി ഇത്രയും സൂചിപ്പിച്ചത്. ഇനി നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഈ അളവുകൾ ഇത്രയും ഒരു പ്രാഥമികമായിട്ട് അറിവേ ഉള്ളൂ. അത് വിശദമായിട്ട് നമ്മൾ പറയണമെങ്കിൽ കുറേയൊക്കെ നീട്ടിപ്പരത്തിയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇനി പറയുന്ന ഒരു കോലളവ് പറഞ്ഞാൽ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കണം. അതിൽ ഒന്നുകൂടി ഞാൻ പറയാം. 24 അങ്കുലമുള്ളത് 72 സെൻറ്റിമീറ്ററാണ്. അതാണ് ഒരു കോല്. അതിൽ 1 അങ്കുലം എന്ന് പറഞ്ഞത് പിന്നെ 3 സെൻറ്റിമീറ്ററായിട്ട് ഏറ്റവും ചെറുതായിട്ട് എടുക്കാം. അങ്ങനെ എടുത്ത് കൺവേർട്ട് ചെയ്ത് നമുക്ക് മുറികളുടെ പറ്റി കണക്കുകളൊക്കെ പിന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് അത് പറഞ്ഞ് പിന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇതിപ്രകാരമുള്ള അളവുകൾ പരാമർശിക്കുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് അങ്കുലത്തിൻ്റെ കണക്ക് പറഞ്ഞു, കോലിൻ്റെ അളവ് പറഞ്ഞു. അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ രൂപത്തിലാണ് പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടെ നമ്മളതിനകത്ത് ഉണ്ട്. അതാണ് ദണ്ഡുമാനം. ദണ്ഡിൻ്റെ അളവിനെ പറ്റിയാണ്. അതിന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ഒരു ദണ്ഡെന്ന് പറയുന്നത് അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങൾക്കാണ് അത് കൂടുതലായിട്ട് വരുന്നത്. എങ്കിലും പറമ്പിനുമൊക്കെ അത് ആവശ്യം വരുന്നുണ്ട്. ഈ ദണ്ഡിൻ്റെ കണക്ക് ക്ഷേത്രത്തിലാണെങ്കിൽ അത് പറയുന്നത് അതിൻ്റെ ശ്രീകോവിലിൻ്റെ വലിപ്പം, അതിൻ്റെ ശ്രീകോവിലിൻ്റെ അളവിൻ്റെ ഉൾവശം സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ സമചതുരമായിട്ട് വരുന്നതിൻ്റെ ഒരളവിനെ അംശിച്ചിട്ട് അത് ഒരു ദണ്ടാക്കുകയും പിന്നെ ആ ക്ഷേത്രത്തിൻ്റെ മറ്റെല്ലാത്തിനും ഇപ്പോൾ 2.5 ദണ്ട് 4 ദണ്ട് ചുറ്റളവ് ഇങ്ങനെ ഒരു കണക്കുകൾ അതിന് വരുന്നുണ്ട്. അതിൻ്റെ പ്രൊപ്പോർഷനായിട്ടാണ് ആ അളവ് വന്നത്. മറിച്ച് നമുക്ക് ഗൃഹനിർമ്മാണത്തിൽ വസ്തുക്കളെ അളക്കുന്നതിനും അതിൻ്റെ തരംതിരിക്കുന്നതിനും മനയിൽ കണക്ക് വയ്ക്കുന്നതിനും പടിപ്പുരയുടെ സ്ഥാനം വയ്ക്കുന്നതിനും ഒക്കെ ഈ ദണ്ട് ആണ് പറയുന്നത്, കോല് മാത്രമല്ല. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മളൊരു ഭൂമി എടുത്തിട്ട് അതിൻ്റെ വലുപ്പം നോക്കിയിട്ട് അതിനെ അംശിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നത്. അപ്പോൾ പറമ്പ് വളരെ വലുതാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു 1.5 ഏക്കർ സ്ഥലമുണ്ട്.
1.5 ഏക്കർ സ്ഥലത്ത് നമ്മൾ ഇതിൻ്റെ അടുത്ത് ഞാൻ ഭൂമിയുടെ അളവുകളും ഇതിൻ്റെ വീട് വയ്ക്കേണ്ട സ്ഥാനങ്ങൾ വരുമ്പോൾ അത് വ്യക്തമാക്കാം. എങ്കിലും ഞാൻ സൂചിപ്പിക്കുകയാണ്, 1.5 ഏക്കർ അല്ലെങ്കിൽ 1 ഏക്കർ സ്ഥലമുള്ള ഒരു പറമ്പാണ് നമുക്ക് വീട് വയ്ക്കാനായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ 4 ഖണ്ഡങ്ങളായിട്ട് വിഭജിച്ചിട്ട് അതിൽ വടക്ക് കിഴക്കേ ഭാഗം മനുഷ്യഖണ്ഡമെന്നും തെക്ക് പടിഞ്ഞാറേ ഭാഗം നിരീത കണ്ടോന്ന് ഇതിലേതെങ്കിലും ഒരു പോർഷനിൽ ഒതുക്കിയിട്ടായിരിക്കും നമ്മൾ ആ വീട് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കേണ്ട ഒരു അളവെന്ന് പറഞ്ഞാൽ ദണ്ടിൻ്റെ ഒരു കണക്കാണ്. അപ്പോൾ അതിൽ നമുക്ക് 16 കോലെന്നുള്ള ഒരു അളവുണ്ട്. അതാണ് ഒരു വാസ്തുവിദ്യ അനുസരിച്ചിട്ട് ഏറ്റവും ചെറിയ കണക്ക്. അതിന് താഴോട്ട് വരുന്ന ഒരു അളവിൽ നമ്മൾ വാസ്തുവിദ്യയ്ക്ക് പ്രാധാന്യം ഇല്ലയെന്നല്ല, നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ ഉള്ള സ്ഥലം, അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം വെച്ചിട്ട് നമുക്കവിടെ വീട് പണിയാം. അപ്പോൾ 16 കോൽ എന്ന് പറഞ്ഞത് 11 പോയിൻറ്റ് സംതിങ്, ഈ 3 സെൻറ്റ് ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ വരുന്ന ഒരു സ്ക്വയറിനകത്ത് വരുന്ന അളവിനെയാണ് നമ്മൾ ഏറ്റവും ചെറിയ പറമ്പ്. ഏറ്റവും വലുതെന്ന് പറഞ്ഞത് 36 കോല്, പിന്നെ 52, ഇങ്ങനെ വലിയ അളവിലേക്ക് പോകും. അത് എല്ലാം പറയുന്നത് ദണ്ടിനെ ആസ്പദമാക്കിയാണ്. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ പറയാം. ഒരു ദണ്ടെന്ന് പറഞ്ഞാൽ അതിനൊരു വ്യക്തത വരണമല്ലോ. നേരത്തെ ഓരോ ക്ഷേത്രത്തിൻ്റെ ഉള്ളളവ് പോയി കോല് എടുത്തിട്ട് അതിന് ഒരു ദണ്ടെന്ന് നമുക്ക് പറയാൻ ഇതിൽ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കോലിനെ ആശ്രയിച്ച് തന്നെ ദണ്ടിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ 4 കോല് ചേരുന്നതാണ് ഒരു ദണ്ട്. അത് കൂടെ നമ്മൾ മനസ്സിലാക്കിക്കണം. ഒരു കോല് 4 കോല് ചേരുന്നത് ഒരു ദണ്ടായിട്ട് നമ്മൾ കണക്കാക്കിയിട്ട് ആ ദണ്ടിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് പിന്നെ അങ്ങോട്ട് പോവേണ്ടത്. ഏതായാലും ഇന്നത്തെ ഈ അളവുകളെ പറ്റി ഒരു പ്രാഥമിക വിവരം മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ. ഇത് നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇനിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഈ കോലും ദണ്ടും സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും ഇന്നത്തെ പിന്നെ സിസ്റ്റം, മെട്രിക് സിസ്റ്റം ഒക്കെ കൂടെ കൺവെർട്ട് ചെയ്ത് നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി ഇത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ എപ്പിസോഡ് കണ്ടിട്ട് ഇനിയാണ് ശരിക്കും ഞാൻ വാസ്തുവിദ്യയായിട്ട് ബന്ധപ്പെടുത്തി കൃത്യമായിട്ട് ഓരോ ഘട്ടമായിട്ട് വീടിൻ്റെ നിർമ്മാണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വരും എപ്പിസോഡിലായിരിക്കും. അതിൽ വീടിൻ്റെ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയായിരിക്കണം, അങ്ങനെ ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ വീട് എവിടെയാണ് പണി. അപ്പോൾ അതിൽ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ സ്ഥാനനിർണ്ണയം വരുന്നു, അതിൻ്റെ വീട് വയ്ക്കേണ്ട ചരിവ് നോക്കുന്നു, ആ അങ്ങനെയുള്ള ഭൂമിയിൽ എത്ര സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് വാസ്തുപ്രകാരമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ കാര്യങ്ങളും അതിനകത്ത് പോകുന്ന, അതിനകത്ത് മുറികളുടെ കണക്കുണ്ടാവും, എല്ലാം ഉണ്ടാവും, കിണറിൻ്റെ സ്ഥാനം എല്ലാം അതിനകത്ത് ഞാൻ ശാസ്ത്രത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ കൃത്യമായിട്ട് പറയും. ആ ഓരോന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ പ്രായോഗിക വശം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുക. ഞാനിപ്പോൾ ഈ കോലളവിനെ പറ്റി പറഞ്ഞത് അത് തന്നെയാണ്. ഇത് ഒരു 100% ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കിടന്ന് മസിൽ പിടിച്ച് നമ്മൾ പോകേണ്ട വിഷയമല്ല. ഈ അളവ് എന്താണെന്ന് നമ്മൾ അറിയുകയും അത് ഇന്നത്തെ അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ കമ്പ്യൂട്ടറും മൊബൈലും 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കൺവെർട്ട് ചെയ്തെടുക്കാമെന്നുള്ളൂ. ആ കൺവെർട്ട് ചെയ്തെടുക്കുമ്പോൾ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വ്യവസ്ഥകൾ തെറ്റാതെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള അറിവ് നമുക്ക് വേണം എന്നാണ് ഞാൻ ഇതുകൊണ്ട് പറഞ്ഞു നിർത്തുന്നത്. നന്ദി, നമസ്കാരം.